വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU-വിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തകർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോയിട്ടുള്ള സ്ത്രീകൾ അവിടെ തങ്ങളുടെ വികാരവും തങ്ങളുടെ പ്രതിഷേധവും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ അണിനിരക്കുന്ന ആവേശകരമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞതിന് മുമ്പ്. ആ സമരം തുടരുകയാണ്. ആ സമരത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് പൊതുവെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഇത്രയും തുച്ഛമായിട്ടുള്ള വേതനം കൊണ്ട് എങ്ങനെയാ ജീവിക്കുക? അതുകൊണ്ടാണ് അവർ പറയുന്നത് തങ്ങളുടെ വേതനം ഉയർത്തണം, തങ്ങളുടെ ഓണറേറിയം ഉയർത്തണം. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇത്രയും വർഷക്കാലം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അംഗൻവാടി ജീവനക്കാർക്ക് ഒരു സുരക്ഷിതത്വവുമില്ല. അവർ ഏതവസരത്തിലും പിരിഞ്ഞു പോകണമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ സർക്കാർ ജീവനക്കാരായിട്ടുള്ള ആളുകൾ സർവീസിൽ പ്രവേശിച്ചാൽ, സംസ്ഥാന ഗവൺമെന്റിന്റെ സർവീസിലാണെങ്കിൽ 55 വയസ്സ് കഴിയുമ്പോൾ അവർ പെൻഷനാവും. 55 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് മരണം വരെ പെൻഷൻ ലഭിക്കും. അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കിട്ടും. നമ്മുടെ നാട്ടിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോലും പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് 5 വർഷം പണിയെടുത്താൽ അവർക്ക് ഓരോ വർഷത്തിനും പിരിച്ചുവിടുന്ന സമയത്തും പിരിഞ്ഞു പോകുന്ന സമയത്തുമുള്ള ഗ്രാറ്റുവിറ്റി ആനുകൂല്യം എന്നുള്ള നിലയിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇവിടെ അംഗൻവാടിയുടെ ഈ പറയുന്ന സമരത്തിലെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം പെൻഷനും ഗ്രാറ്റുവിറ്റിയും ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ച് പെൻഷനും ഗ്രാറ്റുവിറ്റിയും അനുവദിക്കുക, സ്വകാര്യവൽക്കരണ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്.